അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്രഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആനയല്ല മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ, നിനക്ക് സംശയമുണ്ടോ? പൊട്ടാനായോ? അയ്യോ, അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. തലക്കോ പാപ്പൻ ആനയെ? അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായം കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയിരുന്നു. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ, ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണല്ലോ, നീ ഇങ്ങോട്ട് കയറി വരണം. പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. കുറെ നേരമായല്ലോ മനുഷ്യൻ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തോന്നിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ, അയ്യോ, ആരാ? അയ്യോ, രക്ഷപ്പെട്ടു. ആരെങ്കിലും പിടിക്കണേ. അയ്യോ, എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. കാട്ടി പോവാൻ തന്നെ കാട്ടാനാണോ? അയ്യോ, ഞെളിഞ്ഞിരിക്കാതെ ആനയെ തളക്കണേ പാപ്പാനെ. പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ വണ്ടി പുറകോട്ടാ സാറേ. അതും സാറാ, സേതു സാറ്. ഏത് കൂത്ത സാറ്? ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമാ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മന്നാടിയന്മാരുടെ വീട്ടിലെ നിൽക്കൂ, അല്ലെങ്കിൽ മന്നാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാൻ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈനോട്ടം കൊണ്ടൊന്നും ആരെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ, നിർത്തൂ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. ഏമാമാരായിരുന്നു. മനസ്സിലായില്ല ഇതൊക്കെ. എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാടാ ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാലുണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായ മാനെ ആ താപ്പാന. അവന്റെ കുടൽമാനയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേരളാ. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. അണ്ണാ, ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്ക.
നിൽക്കാൻ. അച്ഛൻ നിൽക്കാനവിടെ നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള് ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായി ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കാം. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ പ്രാന്തുണ്ടോ? കാല് വെക്കറച്ചേ. പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? എടാ നോക്കിയിരിക്കാതെ താഴോട്ട് ഇറങ്ങണ. താഴോട്ടല്ല പിന്നെ മേളിലോട്ട് ഇറങ്ങാൻ പറ്റൂ. നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മുകളിൽ കയറി. ആവുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങ്. ഈ ഏത് കാല് ഞാൻ പിടിക്കാൻ അങ്ങോട്ട് വാ. കൈ തരാം. ഇങ്ങട് വാ. പിടിച്ചോ. ആനതാ ഇവന്റെ അടുത്ത് കളിക്കുന്നവര് എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈപ്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പമാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാരിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടി ആക്കിയതിന്, എന്നെ പോലെ ഒരു അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനം മാറിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ. IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹിക വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്. അതിന് റൈറ്റ് അല്ല, റൈഫിൾ ആണ് വേണ്ടത്. അറിയാം. ഈശ്വര, താൻ ഇതൊരു ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഈ ആരാ? അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാ മതി. അവന്റെ കുറുമ്പിന് ആർക്കാടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ. ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് വണ്ടി എടുക്കടാ. മണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. ഞാനുണ്ട്. പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും. ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്കും സോപ്പ് പഴക്കണ. ഇതീ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ, കാശ് വാങ്ങാൻ വക്കീലും തല്ലു വെള്ളം കൊടുത്ത്. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആ മണ്ണാടി അമർ കുളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിയിച്ച് പറയടാ. മന്നാടിയമ്മയുടെ അച്ഛൻ വാടകയ്ക്ക് എന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ. വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി മന്നാടിയമാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. നടക്കണ സ്റ്റേഷനിലേക്ക്. കെട്ടി വലിച്ചു കൊണ്ട് പോടാ, സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. മഞ്ഞാടിയാരെ താൻ കളിച്ച് കളിച്ച് അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടുന്നോടാ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാടാ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. IPC ഈശ്വരൻ വിയർക്കണ്ട. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഓർഡർ 38 റൂൾ 5 പ്രകാരം കോർട്ട് ഓർഡർ 9-2-11 വർഷം ഞാൻ തറവാട്ടിലേക്കും കോർട്ട് ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില് ജയിലിൽ നീയല്ല, സേതുരാമൻ BSc LLB, മന്നാടിപുരത്ത് മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. മന്നാടിപുരത്ത് മന്നാടിയാന്മാരുടെ കേസ് കെട്ടുപുരയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരൂ വക്കീലെ. ഇടതുകാൽ വെച്ചാലും കേസ് കെട്ട് പുരയിലേക്ക് കേറാം. തനിക്ക് എന്താടോ ഒരു ഞെരക്കം? നേര് നിരങ്ങിയേ വരൂ, കള്ളം പറന്നു വരും. കേസ് കെട്ട് കാണിച്ചു കൊടുക്കടോ. ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ. എത്ര എണ്ണം ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തിക്കുത്തടക്കം 19. ഒരുത്തനെയും കൂടെ പോയി കുത്തിയിട്ട് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ആയനെ. 20. ഇത് മുഴുവൻ പഞ്ചാരയാ. അയ്യോ, എന്നാ ഉറുമ്പരിക്കാൻ നോക്കണം. അതല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരടിച്ചവന്മാരെ തല്ലിയതിന്റെ കേസാ. അവളെ തൊട്ടവരെ തട്ടും. താനോ? ഞാനല്ല, അവിടുന്ന്. ഇതൊക്കെ എന്താണെന്നറിയാമോ? മോചന കേസ്. അപ്പൊ മോഷണമുണ്ടോ? മോഷണമല്ല, മോചന കേസ്, വിവാഹ മോചന കേസുകൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. മതി. ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത്. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ആ സൂക്ഷിച്ചു കണ്ടിരുന്നോ എന്നോടോ? അവിടെ പറഞ്ഞു. മാത്രം കാണിക്കരുത്. വക്കീലിന് ഒരുങ്ങിയില്ലേ? വാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നോ? കനലാട്ടത്തിന്. കനലാട്ടോ? ആ,
ഞങ്ങളുടെ ആർച്ചയുടെ നേർച്ചയാണ്. മന്നാടിയാന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയേക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി വെച്ചല്ല, അമ്പലത്തിൽ വെച്ച്. തീ എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ. പോയി തീക്കനൽ മെതിച്ചിട്ട് വാ. കനലാട്ടത്തിന് സമയമായി. ആ. മന്നാടിയാ വേഗം വാ. വേഗം വേഗം. അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി. കനലിൽ നടന്ന് വെന്തുരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി. ബാടിയട്. ഹര ഹരോ. ഹര ഹരോ, ഹര ഹര. ഇവനിതാ കരിഞ്ഞ. എന്താ ഹര ഹരോ, ഹര ഹര. ഇന്ന് കഴിഞ്ഞിട്ട് വിടാം. എന്റെ കാലുരുകുന്നേ. എടീ, ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ ചെങ്കോട്ട വീട്ടിൽ സേതുരാമനല്ലടി. ആണെന്ന് ആര് പറഞ്ഞടാ? ഇപ്പൊ നിന്റെ ഉള്ളംകാല് വെന്തു. ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേവിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈ ഈശ്വരൻ. എന്റെ ഈശ്വര, എനിക്ക് ശക്തി പകരൂ. എന്നെയാണോ? നീയാണോ? നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ മുട്ടയടിക്കൂടാ. ഓ, താൻ ഇവിടുത്തെ ക്ഷൗരക്കാരനും കൂടാ. അതേടാ, നിന്നെ ക്ഷൗരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ. നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിന്ന് ഞാൻ പൊക്കൂടാ. അയ്യോ, കരയണ്ട കരയണ്ട. അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ. തെണ്ടി ഡബിൾ തെണ്ടി. ഒരുപാട് വെന്തോ? ഇപ്പം വെന്തോ? മോങ്ങാതെ കിടക്കണം. ഈശ്വരനോടാണ് അവന്റെ കളി. ഓടാ നരകപ്പിശാചേ. അതേടാ, നിനക്കിപ്പോ ഞാൻ നരകപ്പിശാചായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയിലെ ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ? അപ്പാപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്നവിടെ മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല മാധവ. ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്. നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാവില്ല. നോണ, ഇത് നോണ. നുണയല്ല. ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കേറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പൊയ്ക്കോ. ആഹാ, ഞാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ. നീ കയ്യിൽ നിന്ന് വിട്. വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്. നീ ഓടാ. മന്നാടിയാമ്മാരെ, ആ പോലീസിന്റെ ചാരൻ. ആര്? നീ കള്ളൻ, ഓടിവായോ. അതുവഴി 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 അങ്ങോട്ടല്ല, അതുവഴി പോവാൻ. അവിടെ പോയി നോക്കണോ? അവനെന്റെ കൈ കിട്ടിയാണല്ല. എന്താണ് കാണിച്ചത്? 500 വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പമാകെ പറഞ്ഞ് തല്ലിപ്പൊളിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ തല്ലിപ്പൊളിക്കോ?
എടാ, പോടാ അങ്ങട്. കാലത്തെ വക്കീലെ, പോടാ. തന്നെ ഞാനിന്ന് ഇങ്ങനെ പോടാ, ഇങ്ങനെ. നശിപ്പിക്കാൻ. ഓ ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? അയാളും ഫ്ലവർ വേസ് ഇല്ലാത്ത ഭരണി. ദാ, ദാ, എന്താ കാണിക്കണേ? ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന 1000 കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴകമേ ഉള്ളത് ഈ ഭരണി. സേതുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ. നിനക്ക് ചാക്കിൽ പോവാനടാ യോഗം. വരൂ. അവിടെ നിക്കണം മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലടാ. അങ്ങനെയായാലും പറ്റും. അങ്ങോട്ട് പോ, അങ്ങോട്ട്. ആ കൊണ്ടുവാ മാധവൻ ഒരു സാധനം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടാ സേതുരാമൻ വക്കീലെ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ. ഇടിച്ചുരുട്ടടാ. ഇവന്റെ എല്ലുപൊടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ആ ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങ് വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ആ. ഇവനെന്താ ഒളിച്ചു കളിക്കേ? അയ്യോ, ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു? ഈശ്വരൻ ചാക്കി മാത്രമല്ല, ചുക്കിലും ചുണ്ണാമ്പിലും വരും. പിടിക്കടാ അവനെ. സോറി കേട്ടോ.